കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ചെറിയ കാര്യങ്ങളിൽ കോൺഗ്രസിൻ്റെ അകത്ത് ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ ചില കാര്യങ്ങളിൽ ചിലപ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകും. എന്നാൽ ചർച്ച ചെയ്ത് പരിഹരിച്ച് ഒന്നിച്ചു പോകുന്നതാണ്. ഇപ്പോൾ അവസാനം നമുക്കറിയാം, വിശ്വാസ സംരക്ഷണ ജാഥയുടെ അവസാനം എന്താണ്? ശ്രീ കെ മുരളീധരൻ തലേന്ന് സംയുക്തമായിട്ട് കോൺഗ്രസിൻ്റെ 4 ജാഥകൾ ചെങ്ങന്നൂരിൽ അവസാനിച്ചു. അദ്ദേഹം ഗുരുവായൂരിലേക്ക് വന്നു. അദ്ദേഹം ഒരു മനഃപൂർവ്വമാണെന്നുള്ളൊരു വാർത്ത പ്രചരിപ്പിച്ചപ്പോൾ തന്നെ അദ്ദേഹം ഗുരുവായൂരിൽ നിന്ന് അത് മനസ്സിലാക്കി അദ്ദേഹം ഞങ്ങളുടെ പരിപാടിയുടെ സമാപന സ്ഥലത്തേക്ക് എത്തി. അവിടെ സജീവമായിട്ട് പങ്കെടുത്തു, നല്ല പ്രസംഗം നടത്തി. കോൺഗ്രസ് ഐക്യത്തിൽ തന്നെയാണ് പോകുന്നത്. അഭിപ്രായം കോൺഗ്രസ് പാർട്ടിക്കകത്ത് സ്വീകാര്യമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കും. വളരെ ഐക്യത്തിലാണ്. 2 തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തന്നെയാണ്. സാധാരണ പ്രവർത്തകർ മത്സരിക്കുന്ന അധികാര വികേന്ദ്രീകരണം രാജ്യത്ത് നടപ്പിലാക്കിയ പാർട്ടി കോൺഗ്രസ്സാണ്. അധികാരം ജനങ്ങളുടേതാണ്. ജനങ്ങൾക്കുള്ള അധികാരം പ്രായോഗിക തലത്തിൽ, പ്രാദേശിക തലത്തിൽ വികേന്ദ്രീകരിച്ച് നടപ്പിലാക്കുന്നതിൻ്റെ പ്രക്രിയയിൽ സജീവമായിട്ട് കോൺഗ്രസും UDFും പങ്കാളികളാകും. തെരഞ്ഞെടുപ്പ് നീതിപൂർവമാകും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പക്ഷപാതം നടത്തുന്നതിന് വേണ്ടിയാണ് ആദ്യമേ തന്നെ പഞ്ചായത്ത് രാജ് നിയമത്തിൽ ഭേദഗതി വരുത്തിയത്. എന്ത് ഭേദഗതി? ഒറ്റ കാര്യമാണ് ഭേദഗതി. പഞ്ചായത്തിൻ്റെ ഏതെങ്കിലും സേവന പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താനായിരുന്നില്ല ഭേദഗതി. പഞ്ചായത്തിലെ വാർഡ് വിഭജനത്തിന് സൗകര്യപ്പെടുമാറ് വാർഡുകളുടെ എണ്ണം കൂട്ടലായിരുന്നു ഭേദഗതിയുടെ ആകത്തുക. ആ ഭേദഗതി നിയമസഭയിൽ പോലും ചർച്ച ചെയ്തിട്ടില്ല. ചർച്ചയില്ലാതെയാണ് പാസ്സാക്കിയത് ആ ഭേദഗതി. ആ ഭേദഗതിയെ തുടർന്ന് വാർഡുകൾ അശാസ്ത്രീയമായിട്ട് ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുന്നത് പോലെ വാർഡുകൾ വികൃതമാക്കി വെട്ടിമുറിച്ചിട്ടുണ്ട്. വോട്ടർ പട്ടികയിലും വ്യാപക ക്രമക്കേടുകൾ ഇതുവരെ ഫൈനലൈസ് ചെയ്തിട്ടില്ല. 14-ാം തീയതി ആയിരുന്നു വോട്ടർ പട്ടികയിലെ അവസാനത്തെന്ന് പറഞ്ഞാൽ അന്ന് ആരെയൊക്കെ ചേർത്തോ ആരെയൊക്കെ തള്ളിയോ അതിൻ്റെ മുകളിൽ യാതൊരു അപ്പീലും ഇല്ല. അതിൻ്റെ മുകളിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല. ആക്ഷേപങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ അതിന് വേദിയില്ല. അതുകൊണ്ട് വോട്ടർ പട്ടികയിലും സുതാര്യതയില്ല, ശരിയായ നടപടികളല്ല. BJP കേന്ദ്രത്തിൽ ബീഹാറിൽ എന്ത് ചെയ്യുന്നു അതാണിപ്പോൾ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണെങ്കിൽ പോലും ഇവരുടെ ഭരണത്തിനെതിരായിട്ടുള്ള ശക്തമായ ജനവികാരമുണ്ട്. ആ ജനവികാരത്തെ UDF അതിശക്തമായിട്ട് ക്രോഡീകരിച്ചുകൊണ്ട് ഏകോപിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരും. അതിൻ്റെ തുടർച്ചയായിട്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഐക്യജനാധിപത്യ മുന്നണി വൻ പ്രതീക്ഷയിലാണ്. അതിൻ്റെ ഒരുക്കങ്ങൾ പരസ്യമാക്കുന്നില്ല. ഞങ്ങൾ സംഘടനാപരമായും മുന്നണി സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിലും അതിൻ്റെ ഒരുക്കങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. പട്ടിക തയ്യാറാക്കിയത് പ്രതിപക്ഷ നേതാവും ഒക്കെയായി കൂടിയാലോചിച്ചാണ്, മുതിർന്ന നേതാക്കളുമായി ചർച്ച ചെയ്തിരുന്നത്. കാര്യം പ്രതിപക്ഷ നേതാവിനോട് അങ്ങനെ ഒരു കൂടിയാലോചന ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങയോട് ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ പരസ്യമായിട്ട് പറയേണ്ട യാതൊരു ആവശ്യമില്ല. കൂടിയാലോചിച്ചിരുന്നു. എല്ലാ നേതാക്കന്മാരുമായിട്ട് കൂടിയാലോചിച്ചിട്ടുണ്ട്. ജനമാധ്യമങ്ങളത് മനസ്സിലാക്കിയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ നേതാക്കന്മാരുമായി കൂടിയാലോചിച്ചിട്ടുണ്ട്. സിമ്പിൾ അല്ല തൃശ്ശൂരിലെ കാര്യങ്ങൾ. തൃശ്ശൂരിൽ പുനഃസംഘടനയിൽ വലിയ അതൃപ്തിയുണ്ട്. സമുദായ ഐക്യം അല്ലെങ്കിൽ സമുദായ പാലിച്ചിട്ടാണ് വലിയ പരാതിയുണ്ട്. ഞങ്ങൾ ഇവരോടൊക്കെ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാർ കൂടിയാണ്. എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ നമുക്കത് ചർച്ച ചെയ്യാം, പരിഹരിക്കാം. KPCCക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ സ്വീകരിക്കും, നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട്. അതൊന്നും ഇപ്പോൾ അത് ആലോചിച്ച് ഉചിതമായ കാര്യങ്ങൾ ചെയ്യും. അതൊക്കെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. കോൺഗ്രസിനോട് മാത്രമേ എല്ലാവർക്കും സഹകരിക്കാനും ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം പറയാനും ഒക്കെ കോൺഗ്രസിനോട് മാത്രമേ സ്വാതന്ത്ര്യമുള്ളൂ. CPMനോട്, മുഖ്യമന്ത്രിയോട് മത്തായി ചാക്കോ അന്ത്യകുദാശ സ്വീകരിച്ചിട്ടാണ് മരിച്ചത് എന്ന് പറഞ്ഞ ബിഷപ്പിനെ നീർഷജീവി എന്ന് വിളിച്ചതാണ് പിണറായി വിജയൻ. ഞങ്ങളതല്ല. എല്ലാവരും ഞങ്ങളുമായിട്ട് സൗഹൃദത്തിലാണ്. ഞങ്ങളെ ക്രിയാത്മകമായിട്ട് വിമർശിക്കാനും ക്രിയാത്മക നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാനോ അല്ലെങ്കിൽ അവതരിപ്പിക്കാനോ ചൂണ്ടിക്കാണിക്കാനോ എല്ലാവർക്കും ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ട് എല്ലാവരും ഉന്നയിക്കുന്ന നല്ല കാര്യങ്ങൾ പരിഗണിക്കും. താങ്ക് യു ഓൾ.